മുഖത്തിന്റെ പ്രായം കൂടുതലായിട്ട് എടുത്തു കാണിക്കാനായിട്ട് നമ്മളുടെ മേലിൽ ആക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒന്നിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവാത്തൊരു ഫാക്ടറാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം. 24/7 വർഷങ്ങളോളം നമ്മളുടെ മുഖത്ത് ആക്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു സാഗിങ് 20-ആം വയസ്സിലുണ്ടാവും, 30-ആം വയസ്സിലുണ്ടാവും, 40-ആം വയസ്സിലുണ്ടാവും. പക്ഷെ ഓരോ ഡെക്കേഡിൽ ഉണ്ടാവും തോറും അതിന്റെ എഫക്റ്റുകൾ നമ്മുടെ മുഖത്ത് കൂടുതലായിട്ട് പ്രൊണൗൺസ്ഡ് ആയിട്ട് വരും. നമ്മുടെ സ്കിന്നിന്റെ മുകളിലും ഫാറ്റിന്റെ മുകളിലും എല്ലിന്റെ മുകളിലടക്കം അത് വല്ലാതെ എഫക്ട് ചെയ്യും. ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സർജിക്കൽ ടെക്നീക്കാണ് ഫേസ് ലിഫ്റ്റ് സർജറീസ്. ഫേസ് ലിഫ്റ്റ് സർജറീസ് ഒരുപാട് തരത്തിലുണ്ട്. ഏറ്റവും നല്ല ഫേസ് ലിഫ്റ്റ് സർജറീസ് ഡീപ് പ്ലെയിൻ ഫേസ് ലിഫ്റ്റ് സർജറീസ് ആണ്. ഏറ്റവും വർഷങ്ങൾ പുറകിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതും ആ കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ പിടിച്ചെടുത്താൻ പറ്റുന്ന സഹായിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും നല്ല ടൈപ്പ് ഓഫ് ഫേസ് ലിഫ്റ്റ് സർജറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡീപ് പ്ലെയിൻ ഫേസ് ലിഫ്റ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നെക്ക് ലിഫ്റ്റ് പോലുള്ളൊരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഇതിന്റെ കൂട്ടത്തിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്കിന്റെ ഭാഗത്തെ യൗവനം കൂടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലെഫറോപ്ലാസ്റ്റി, ഐലിഡ് സർജറി, ഐ ബാഗ് റിമൂവൽ, അല്ലെങ്കിൽ കണ്ണിന്റെ ആ ഭാഗത്തെ കുഴിവ് ഒന്ന് നികത്തി കഴിയുന്ന അങ്ങനത്തെ പ്രൊസീജിയേഴ്സും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഏതൊക്കെയാണ് നമ്മളുടെ മുഖത്തിന് ചേരുക അല്ലെങ്കിൽ സൂട്ട് ആവുന്നത് എന്ന് അറിയാനായിട്ട് ഒരു പ്ലാസ്റ്റിക് സർജന്റെ കൺസൾട്ടേഷൻ റൂമിനകത്ത് മാത്രമാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്.